ഇതിനെ കുക്കീസ് എന്നോ മാക്രോൺസ് എന്നോ എന്ത് വേണേലും വിളിക്കാം. ഓവൻ ഇല്ലാതെ ചെയ്തതുകൊണ്ട് മാക്രോൺസ് കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടിയിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ള മാത്രം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ ഒന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, നമുക്ക് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലപോലെ പതഞ്ഞു വരുന്നതായിരിക്കും. മുട്ട അത്യാവശ്യം പതഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് ആൽമണ്ട് ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, കാരണം എന്തെങ്കിലുമൊക്കെ തരി കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് പോകാനായിട്ടാണ്. ഇനി മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ പിങ്ക് കളറാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ, അത് നമുക്ക് കുറച്ചായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ പത പോകാതെ തന്നെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് വഴി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സാവധാനത്തിൽ ഇത് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള അളവിന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒരേ അളവിന് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം മാത്രമേ ഇത് ബേക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിലോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഒരു പാത്രത്തിലോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റാൻഡ് ഇറക്കി വെക്കാം. ശേഷം നമുക്ക് ഈ കേക്ക് ടീൻ ഇറക്കി വെച്ച് 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാക്രോൺസിൻ്റെ ആ സെയിം റെസിപ്പിയാണ്, പക്ഷേ നമ്മൾ ഓവനിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു സെയിം ടെക്സ്ചർ കിട്ടിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഒന്നിയിൽ മാഷ്മെല്ലോയോ അല്ലെങ്കിൽ ബട്ടറിൽ കുറച്ച് ഐസിങ് ഷുഗറോ വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുകൂടി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുത്ത് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള കുക്കീസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.